ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എസ്പെഷ്യലി ഗേൾസിന്. ബോയ്സിന് പിന്നെ അതൊരു നിർബന്ധ ഘടകം ആയതുകൊണ്ട് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. പണ്ടത്തെ പോലെ ആണുങ്ങൾ മാത്രം സമ്പാദിക്കുന്ന ഒരു കാലഘട്ടം മാറി. ഗേൾസും കൂടെ ജോലിക്ക് പോയാലേ രണ്ടറ്റം കൊട്ടിമുട്ടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇനിയിപ്പോ സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ് ഇപ്പൊ എല്ലാവരും. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഗേൾസിന്റെ മൈൻഡിലൂടെ കടന്നു പോകുന്ന 2 ടൈപ്സ് ഓഫ് തോട്ട്സ്. ജോലിയില്ലാത്തവൾ, അതായത് അൺഎംപ്ലോയ്മെന്റ്. എല്ലാവർക്കും ജോലി, എനിക്ക് മാത്രം വീട്ടു ജോലി. പണിയെടുത്തെടുത്തെടുത്ത് മനുഷ്യന്റെ നാട്ടു ഓടിയാനായി. എന്നും ഇതന്നെ. എത്ര പണിയെടുത്താലും ആരും കാണൂല്ല. ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് ഊണും ഉറക്കം ഒഴിച്ച് പഠിച്ചിട്ട് വാപ്പാന്റെ പൈസ പോയി എന്നല്ലാതെ എന്താ ഇപ്പൊ കാര്യം ഉണ്ടായി? എന്ത് പറഞ്ഞിട്ടെന്താ? ഈ അടുക്കളയിൽ കാര്യം പോയി കൊള്ളാനാണ് എന്റെ വിധി. എന്റേതായിട്ടുള്ള ഒരു എൻജോയ്മെന്റും ഇല്ല. 10 റുപ്യ കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ പിന്നാലെ നടക്കണം, കണക്ക് ബോധിപ്പിക്കണം. കല്യാണം കഴിഞ്ഞ പാടിനെ ജോലിക്ക് പോയാൽ മതിയെന്നു. ഇപ്പൊ പിള്ളേരായി, ബാധ്യതകളായി. ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ 4 ആളെ മുന്നിൽ ഞെളിഞ്ഞ് അങ്ങനെ നടക്കുന്നു. ഒരു വില കണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലോ പുല്ല് വില. ലൈഫ് ഒന്ന് റിവേഴ്സ് അടിച്ച് പോയിരുന്നെങ്കിൽ ആദ്യം മുതലേ ശുഭമായിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഒരു റിവേഴ്സ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ ഓരോരുത്തർ ജോലിക്ക് പോകണം കാണുമ്പോൾ തന്നെ കൊതിയാണ്. നെക്സ്റ്റ് വൺ, ജോലിക്ക് പോകുന്ന നമ്മുടെ എംപ്ലോയ്മെന്റ്. എന്നാണ് റബ്ബെ എനിക്കൊരു ലീവ് കിട്ടുക? ഇതിപ്പോ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ഇവിടുത്തെ പണി നോക്കണം, പോരത്തെ പണി നോക്കണം, അതിന്റെ ഇടയിൽ മക്കൾ തരുന്ന പണി വേറെ. എത്ര ദിവസമായി നല്ലപോലെ ഒന്ന് ഉറങ്ങിയിട്ട് അറിയോ? എന്തിന്റെ കേടയിൽ നിങ്ങൾക്ക്? ഉള്ളത് തിന്ന് ഉള്ളതെടുത്ത് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ഒരാവശ്യത്തിന് ചാടിക്കേറി പുറപ്പെടുകയും ചെയ്ത് ഇപ്പൊ വേലിയ കിടന്ന പാമ്പിനെ തോളിലിട്ട അവസ്ഥയായി. എന്നാ പിന്നെ കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാന്ന് വിചാരിച്ചാലോ? വന്നിട്ട് 2 മാസം ആയിട്ടുള്ളൂ മാനേജർ. അയാൾക്ക് അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് തുമ്മിയാ വരെ ബെഡ് എണീക്കാത്ത ഞാനാണ്. ഇപ്പൊ ഭൂമി കുളിഞ്ഞാലും ഞാൻ ഇവിടെ വന്നേ പറ്റുള്ളൂ. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റണ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് കിട്ടിയിരുന്നെങ്കിൽ ആട്ടും തുപ്പും വേറെ. വീടന്നെ തല തിരിഞ്ഞു പോയി. മക്കളെ പഠിത്തം, വർക്ക് പ്രഷർ, ടാർഗറ്റ് എല്ലാം കൂടെ ട്രാക്കിലേറ്റി കൊണ്ടുനടക്കാൻ പറ്റണില്ലല്ലോ. സാലറി കിട്ടണ ഒരു ദിവസം മാത്രമാണ് കുറച്ച് ആശ്വാസം. ഫുഡ് ചൂടാക്കി തിന്ന് മടുത്ത് ആകെ കൂടി ലീവ് കിട്ടണ ഒരു ദിവസം വീട് വൃത്തിയാക്കണോ, അല്ല ഫുഡ് റെഡിയാക്കണോ, അതോ നന്നായിട്ടൊന്ന് ഉറങ്ങണോ, അതോ ഫാമിലിയുടെ കൂടെ ഔട്ടിങ്ങിന് പോണോ, ഒന്നും ചിന്തിക്കണില്ല. എന്താ സംശയല്ലേ? ഉറങ്ങണേ. ഗുഡ് നൈറ്റ്.